ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രേക്ഷകർ ഇഷ്ടം നേടി മുന്നോട്ട് പോകുന്ന മത്സരാർത്ഥികളാണ് ആതിരയും നൂറയും. ലബിസൈൻ ബംഗാളെ ഇരുവരും ആദ്യം ഒരു മത്സരാർത്ഥിയാണ് പരിഗണിക്കപ്പെട്ടെങ്കിലും ഇന്ന് രണ്ട് മത്സരാർത്ഥികളാണ്. വലിയ വഴിക്കിനോ പ്രശ്നങ്ങൾക്കോ പോകാതെ സമാധാനമായി പോകുന്ന ആതിര തൻ്റെ ഗെയിമുമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ നൂറ തുടക്കത്തിൽ ഒന്നും സംസാരിക്കാത്ത ആളായിരുന്നെങ്കിലും ഇപ്പോൾ പ്രതികരിക്കേണ്ട ഇടങ്ങളിലെല്ലാം ശക്തമായി സംസാരിക്കാറുമുണ്ട്. മിക്കപ്പോഴും പ്രശ്നങ്ങൾ കലുഷിതമാണ് ബിഗ് ബോസ് വീട്. എന്നാൽ ഈ സമ്മർദ്ദമൊന്നും പങ്കാളികളായ ഇരുവരും തമ്മിലുള്ള സ്നേഹത്തെയോ മനസ്സിലാക്കലിനെയോ ബാധിച്ചിട്ടില്ല. എന്നാൽ ഇടയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. ഇത് രമ്യമായി പരിഹരിക്കാനും ഇവർക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ബിഗ് ബോസിൽ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടാണെന്ന് പ്രേക്ഷകർ ചിലർ പറയുന്നത്. ഇന്നത്തെ ലൈവിലുണ്ടായ സംഭവമാണ് ഇതിന് കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു സൈഡ് പ്ലോട്ടായി ബിൽഡിംഗായി വരുന്നുണ്ട് എന്ന് തോന്നുന്നു. ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് ആദില നൂറയോട് പറഞ്ഞത്, ബേബിയുടെ ഗെയിം കളിച്ചോ, ഞാൻ എൻ്റെ ഗെയിം കളിച്ചോളാം. പക്ഷേ ഇനി ഗെയിം മുറുകുമ്പോൾ ആതിര നൂറയോട് അവരുടെ ഗെയിം പ്ലാൻ നൈസായി ചോദിക്കുന്നു. നൂറ പറയുന്നില്ല. അപ്പോൾ തമാശ പോലെ ചോദിക്കുന്നു, ഞാൻ പാർട്ണറല്ലേ, എന്നെ വിശ്വാസമില്ലേ എന്ന് നൂറ. ഇല്ല, എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് ക്യാമറയ്ക്ക് വേണ്ടി ചെയ്ത പോലെ തോന്നിയെങ്കിലും പിന്നീട് പ്രവീണിനോട് ഈ സംഭവം പറയുന്നുണ്ട്. അവൾ പ്ലാൻ ചോദിച്ച് പറഞ്ഞിട്ടില്ല എന്ന്. ആദില നല്ലപോലെ ഈഗോയിസ്റ്റ് ആണ്. ആനിമൽ ടാക്സിൽ അത് ശരിക്കും കണ്ടതാണ്. നൂറ തൻ്റെ മുകളിൽ കയറി പോകുന്നത് താനാണ് കൂടുതൽ സ്മാർട്ടെന്ന് വിചാരിക്കുന്ന ആദിലെ ചെറിയ രീതിയിലെങ്കിലും അസ്വസ്ഥതപ്പെടുത്തി കാണും. മറ്റുള്ളവരുടെ കാര്യത്തിൽ വളരെ മെച്യൂർഡ് സ്റ്റാൻഡേർഡ് എടുക്കുന്ന ആദില സ്വന്തം കാര്യം വരുമ്പോൾ സെൽഫിഷ് ആകുന്നു പലപ്പോഴും കാണാം. നൂറ ആദിലെ ഒരു എതിരാളിയെ കാണുന്നില്ലെങ്കിലും ആദില അവസരം കിട്ടാൽ നൂറയെ മാനിപ്പുലേറ്റ് ചെയ്യും. ഗെയിമിന് വേണ്ടി അത് ശരിയോ അല്ലയോ എന്നത് അവരുടെ റിലേഷൻഷിപ്പ്, നൂറയുടെ ഇമോഷൻ ഡിസ്പെൻസ് ഒക്കെ ഗെയിമിന് വേണ്ടി ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കും. പക്ഷേ അതൊരു പൊട്ടിത്തെറിയിൽ എത്തുമോ ഇല്ലയോ എന്ന് ബിഗ് ബോസ് കൈയും കൂടി ഇരിക്കുന്നെന്ന് ബിഗ് ബോസ് പ്രേക്ഷകർക്കുറിപ്പ് ഇങ്ങനെ.